പരമശിവൻ. പണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ പരമശിവൻ അർജുനൻ പാശുപതാസ്ത്രത്തിന് തപസ് ചെയ്തിന്. അപ്പൊ തപസ് ചെയ്തിട്ട് പാശുപതാസ്ത്രം തപസ് കൊടുക്കാൻ ഓന് കുറച്ചൊരു അഹംഭാവം ആർക്ക് അർജുനന്. അപ്പൊ അതിന് പരീക്ഷിക്കണ്ടിട്ട് വേട രൂപം ധരിച്ചതാണ് ആര് പരമശിവൻ. വേടന്റെ രൂപം ഇത് വേടനാണ്. വേടരൂപം വേടൻ എന്ന് പറഞ്ഞാൽ കാട്ടാളെ രൂപം ധരിച്ചിട്ട് അയാളെടുത്ത് പോയി. അപ്പൊ പന്നീനെ എഴുതിട്ട് ഞാൻ ചൊല്ലി കേട്ടിട്ടുണ്ട് ഉള്ളല്ലോ, അവർക്കെല്ലാം മനസ്സിലാവും, അവർക്കറിയാം. പന്നീനെ എഴുതിട്ട് ആ പന്നി നേരെ പോയിട്ട് അർജുന്റെ കാലിന് പോകും. അപ്പൊ അർജുന്റെ തപസ് നെട്ടിപ്പോ തട്ടിട്ട് അപ്പോഴോ അത് പറയും. പിന്നെ അപ്പൊ ശിവൻ ഈ വേടൻ അങ്ങോട്ട് പോയി അടുത്ത് പോയി, എന്റെ പന്നിയാണത്, എനിക്കത് തരണോ? അപ്പൊ അർജുനൻ പറയും, അത് എന്റെ പാദത്തിൽ അർപ്പിച്ച പന്നിയാണ്, അത് എനിക്ക് തരൂല, ആരെ കൊല്ലാൻ പാടില്ല, എനിക്ക് ഞാൻ തരൂല, അമ്പും തരില്ല, അസ്ത്രം ഒന്നും തരില്ല. അങ്ങനെ ഇവർ രണ്ടാളും അടിയായി, അത് ശിവനും അർജുനുമായി. അങ്ങനെ ശിവന ഭഗവാന അർജുന കാലിൽ പിടിച്ച് മേലോട്ട് പോയി. തിരിച്ചു വരുമ്പോന്ന് ഭഗവാൻ മേലോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോ ജട, പന്നം, പാമ്പ്, നയന ഇതെല്ലാം ഞാൻ പാടിയതാ. തിരുനെറ്റി കുറി ഇതെല്ലാം കണ്ടിട്ട് അന്നേരം അന്ന് തിരിയുന്നു പരമശിവൻ പരീക്ഷ. അങ്ങനെ ഓരോ കാല് പിടിച്ചിട്ട് പാശുപതാസ്ത്രം വാങ്ങിയിട്ട് പോയി. ഈ ഭഗവാന്റെ രൂപം ഈ കർക്കിടക മാസം ഇന്നത്തെ പോലെയല്ല. പണ്ട് എന്ന് വെച്ചാല് പറയാൻ ബസൂരി മറ്റേതെല്ലാം അല്ലെ, പണ്ടത്തെ കാലം പറയുന്ന കേട്ടിട്ടില്ല നിങ്ങള്, ബസൂരി മറ്റേത് മറിച്ചില്ല ഒരു കാലമാണ്. നമ്മുടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഇല്ല കാലമുണ്ട്. പൈസക്കാർക്ക് എന്നല്ല, പൈസ ആരും ദാരിദ്ര്യം പിടിച്ചൊരു കാലം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പൊ ഒന്നുമല്ല, പണ്ടൊരു കാലത്ത് പൈസ ഇല്ലാതെ അന്നത്തിന് വകയില്ലാതെ ആ കാലത്ത് ഭഗവാൻ ഭൂമിയിൽ ഇറങ്ങി. അപ്പൊ നമ്മൾ ഈ മലയെന്ന് പറയുന്ന സാധനം, മലയെന്നും രണ്ട് പുറ്റിൽ ഉണ്ടാക്കിയ നമുക്ക് ഈ ഭഗവാൻ നമുക്ക് തന്നതാ. ഈ ഇവരെയും കൂട്ടി നാട്ടിലെല്ലാടി പോവാ, എന്നിട്ട് അവരെ ഈ ദോഷങ്ങൾ മാറ്റുക. ആ ദോഷാണ് ഈ കറുത്ത കുരിശും ചുവന്ന കുരിശും. ഈ ചുവന്ന കുരിശും കറുത്ത കുരിശും, കറുത്തത് ഗുളികനാണ്, ചുവന്നത് ദേവിയാണ്. അതിനെ തിരികെ എത്തിച്ച് നിങ്ങളെ വീട്ടിലെ ദോഷങ്ങൾ ഈ ഇപ്പം ദേവന്മാർ ഈ ഭൂമിയിലില്ല. ശാസ്ത്രീയ വിഷയമായിട്ട് കർക്കിടക മാസം ഭൂമിയിൽ ഈ ദേവനില്ല. ദേവന്മാർ മല കയറി, മറ്റുള്ള വാതകളാണ് ഭൂമിയിലെ. കർക്കിടകം കഴിഞ്ഞാൽ ഇവരെല്ലാം അങ്ങോട്ട് പോകും. എന്നിട്ട് ഇപ്പൊ അതുകൊണ്ടാ കർക്കിടക മാസം നല്ലൊരു കർമ്മം ചെയ്യാറെന്ന് പറഞ്ഞു കണ്ടില്ലേ? എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യും. ഇപ്പൊ എല്ലാവരും കർക്കിടക മാസം എല്ലാം ചെയ്യുന്നുണ്ട്. പണ്ടങ്ങനല്ല. പണ്ട് കർക്കിടക മാസം മുടി മുറിക്കൂല, നഖം മുറിക്കൂല, അല്ലേ? അങ്ങനല്ലേ? കല്യാണം കഴിക്കുക ഇല്ല, അങ്ങനത്തെ ഒരു കാര്യം വീട്ടിൽ കൂടില്ല, അങ്ങനത്തെ ഒരു കാര്യമില്ല. കർക്കിടക മാസം കർക്കിടകം ദുർഘട മാസം എന്നാണ്. ഈ ചിഹ്നം തിരുത്താന് ഈ കുരിശിലേക്ക് നിങ്ങൾ ആവാഹിക്കുന്ന ഈ വീട്ടിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും ചുവന്നയും കറുത്തയും കുരിശിൽ ആവാഹിച്ച് ഗുളികനും കറുത്തയും കൊടുത്ത്, ഗുളികനാണ് ഭൂമിയിൽ അധിപൻ, ഗുളികന് കൊടുത്ത് ദേവിക്ക് ചോദന കൊടുത്തു. അതുകൊണ്ട് അതാണ് ചുവന്നയും കുറിച്ചും കിടക്കും. ഇത് നടന്നായി ഗണപതിക്ക് സരസ്വതിക്ക്